ആദ്യമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. അമ്മ എന്നോട് പറയും ഇന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചിന്തിക്കും നമ്മളൊരു ഫോഴ്സ് ചെയ്ത് ആരെയും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പണ്ട് അച്ഛൻ ഒരു സാക്ഷ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസിൽ നിന്നും ആയിരിക്കണം നമ്മൾ ഇതിലെത്തേണ്ടതെന്ന്. അപ്പം ഞാൻ അമ്മയോട് അങ്ങനെ പറയും, ഒരുപാട് മറുതലിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ അമ്മ ഷെയർ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാനും പതുക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് തുടങ്ങി. എല്ലാവരും മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ആദ്യം എല്ലാവരും ഒരു മടി കാണിക്കും. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അനുഭവം അവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിൽ നിന്നും എന്തോ ഒരു ഉണർവ് ലഭിച്ചിട്ടാവണം അവരും കുറേ പേരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ ഒരു സാഹചര്യമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും കൃപാസനം അമ്മ സാധിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം കൃപാസന അമ്മയുടെ അടുത്ത് എത്തിയ ശേഷമേ ഉള്ളൂ മറ്റുള്ളവരോട് പറയുകയെന്നു ഒരു കാര്യം എൻ്റെ അമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത്. അതും ഇന്ന് സാധിക്കുവാൻ സാധിച്ചു. കൃപാസന അമ്മയ്ക്ക് 1000 നന്ദി. നമ്മൾ സാക്ഷ്യം വളരെ വ്യക്തം